എന്ത് പരിപാടിക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ സുബഹി നിസ്കരിക്കാണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കൊള്ളാം. എന്തായാലും നിസ്കാരം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് കിടക്കും. ഇന്ന് ലീവ് എടുത്തിട്ട് കുറച്ച് നേരം കൂടെ ഒന്ന് കിടക്കാന്ന് വിചാരിച്ച് നോക്കുമ്പോൾ പിന്നെ ഞാൻ എണീക്കുന്നത് ഏകദേശം 10 മണിക്കാണ്. വെള്ളം കുടിക്കാൻ നോക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ ഫാസ്റ്റിംഗ് ആണ്. വെള്ളത്തിന്റെ ബോട്ടിൽ അതേമാതിരി തന്നെ വെച്ചിട്ട് ബ്രഷും പേസ്റ്റ് എടുത്തിട്ട് നേരെ വാഷ്. അതൊക്കെ കഴിഞ്ഞ് റൂമിലെത്തിയാണ്ട് നോക്കുമ്പോൾ എന്റെ കൂട്ടുകാരന്റെ മക്കളാണ് കേട്ടോ. നാട്ടിൽ പോയപ്പോൾ എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാണ്. ഇത് മയ്യത്താവണ്ടോ നോക്കേണ്ട കടമ എനിക്കാണ്. മാഷാ അല്ലാഹ്. ഓൻ അത്യാവശ്യം നന്നായിട്ട് വരക്കും ചെയ്യും. എന്തായാലും ഇന്ന് നമുക്ക് കുറെ പരിപാടികളുണ്ട്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും എനിക്ക് നോമ്പാണ്. നോമ്പല്ല, ഈ ഫാസ്റ്റിംഗിന് ആകെ 4 മണിക്കൂർ ആയുസുള്ളൂ. കാരണം എനിക്ക് മെഡിക്കൽ എടുക്കേണ്ട ദിവസമാണ്. അങ്ങനെ കുളിച്ചു മാറ്റി നേരെ ഹോസ്പിറ്റലിലോട്ട് 11 മണിക്കാണ് നമ്മൾ അപ്പോയിന്റ്മെന്റ്. ഇവിടെ കറക്റ്റ് സമയത്ത് പോയാൽ ചൂടിന്റെ അവസ്ഥ പിന്നെ അറിയാലോ. ആ ഒരു കാര്യത്തിൽ ഓന്റെ സ്റ്റാൻഡേർഡ് അങ്ങനെ അധിക സമയം കൊടുത്തില്ല. ഏകദേശം ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ തന്നെ പരിപാടികളൊക്കെ കഴിഞ്ഞ് വൈറ്റൽസ് എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ചിത്രം. നേരെ പോകാൻ എന്തെങ്കിലും വേണ്ടേ. അങ്ങനെ എല്ലാ പരിപാടിയും ഷട്ടപ്പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് നേരെ അവിടെ പേപ്പറും സബ്മിറ്റ് ചെയ്ത് വീട്ടിലോട്ട്. ചൂടിന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ആ സ്റ്റാൻഡേർഡ് അപ്പളും കീപ്പ് ചെയ്തിട്ടുണ്ട്. 4 മണിക്കൂർ ഫാസ്റ്റിംഗ് എടുത്ത് പോയതല്ലേ. അപ്പൊ ഇനി ഫുഡ് കഴിച്ചിട്ട് നേരെ ഒരു കിടത്തം.